നീ മദ്യത്തെ ആക്ഷേപിക്കരുത്. എന്റെ കുടുംബത്തോട്ട് വരണമെങ്കിൽ കുറച്ചൊരു തറവാടിത്തരം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാണ് കല്ലി വരുന്നത്. തറവാടെന്ന് തറവാടെന്നൊക്കെ പറയുന്നതിന്റെ ഒരു അന്തസ് വേണ്ടി. തറവാട് ഇവരുടെ തറവാടിന്റെ മഹത്വം എന്താണെന്നറിയാമോ? ഇവരുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട്. അത് ടാർ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ടാർ ചെയ്യുന്ന അന്ന് ടാർ ഒരുക്കാൻ വേണ്ടി അടുപ്പ് കൂട്ടി. അവിടെ സാമിക്കഞ്ഞി വിളമ്പുവാന്നും പറഞ്ഞ് വലിയ ചരുവ് എടുത്തോണ്ട് പോയി അവിടെ പോയി ഇരുന്നോളാവുകൾ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ എന്റെ അച്ഛൻ എന്തോരം പറഞ്ഞാന്നറിയോ, നല്ലൊരു ബിസിനസ് തുടങ്ങി തരാന്ന്. അപ്പൊ ഇങ്ങനെ പറയാ, ഇങ്ങർക്ക് ഒരു ബിസിനസ്സും വേണ്ട, കള്ള് ബിസിനസ് മതിയില്ല. കള്ള് കച്ചവടം ഏറ്റവും നല്ലതെന്ന്. സത്യസന്ധതയുള്ള ഒരു ബിസിനസ്, ഒറ്റയൊരു ബിസിനസ് കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഉള്ളത് അത് കള്ള് കച്ചവടം മാത്രമേ ഉള്ളൂ. അതിന് തെളിവ് എന്റെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്ത് തെളിവാണുള്ളത്? ഇപ്പൊ നമ്മള് TV തുറന്നാൽ പല പരസ്യങ്ങളും കാണാറില്ലേ? പരസ്യത്തിൽ എന്താ പറയുക? ഒരു സോപ്പിന്റെ പരസ്യം എടുത്ത ഉദാഹരണം. സോപ്പിന്റെ പരസ്യത്തിൽ എന്താ പറയുന്നത്? 10 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖകാന്തി വർദ്ധിക്കും, നിങ്ങളുടെ ചർമ്മം ഇതാവും, ഏതാണ്ടൊക്കെ ഒന്ന് പറയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഒരു വർഷം തേച്ചാലും കുടുംബം വെളുക്കുന്നതല്ലാതെ നമ്മൾ വെളുക്കുവോ ആ സോപ്പ് തേച്ചാൽ? പക്ഷെ ഞങ്ങളുടെ മദ്യം ആരും ചതിക്കത്തില്ല. സത്യസന്ധമായ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയത്? കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? എന്നോടും മക്കളോടും ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നിന്നോട് സ്നേഹമില്ലെന്ന്? എന്നോട് സ്നേഹവും ഇല്ല നിങ്ങൾക്ക്. അത് നിനക്ക് തോന്നുന്നല്ലേ? ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഇവരോട് സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ എന്നെ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ബിവറേജിന്റെ ഫ്രണ്ടിൽ കിടന്ന് തള്ളുകയാണ്. അപ്പൊ പുറകേന്ന് ഒരുത്തൻ വിളിച്ചു പറയാ, ഡാ ഞാൻ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകാതെ നീ ഇങ്ങനെ കുടിച്ചും പെടുത്തും നടന്നോ? നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് വേണമെങ്കിൽ എന്റെ കുടുംബത്തിലോട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതെ, എന്നിട്ട് നിങ്ങൾ ഇത് കേട്ടോണ്ട് വന്നോ? നല്ലത് കൊടുക്കാറില്ല നിങ്ങൾക്ക് എന്നെ പറ്റി പറഞ്ഞപ്പോ? ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. എടി നിന്നെ പോലല്ല ഞാൻ. അപ്പൊ അവിടെ ഈ ബിവറേജിന്റെ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മുളയുടെ ഒരു കുറ്റി ഞാൻ ഞൂരി അവന്റെ തലമുണ്ട നോക്കി ഒറ്റ കീറി ഞാൻ കൊടുത്തു. 18 സ്റ്റിച്ചെങ്കിലും കാണും. ചിലപ്പോ ഇപ്പൊ തീർന്നു കാണും. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. നന്നായി ഭാര്യമാരെ പറയുന്നവന്മാരെ ഇങ്ങനെ തന്നെ ചെയ്യണം. എനിക്കറിയാവുന്ന ആരെങ്കിലും വരുന്ന കേട്ടോ? അത് നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ തലക്കിട്ടാണോ നിങ്ങൾ അടിച്ചത്? നിന്റെ അച്ഛന്റെ തലക്കിട്ട് അടി അടിച്ചത്. അവിടെ അച്ഛൻ ബഹത്തച്ഛൻ. എന്നാ പിന്നെ ഞാൻ അവിടെ പോട്ടെ. എന്താ വിഷയം നടക്കത്തില്ല. ചിലപ്പോൾ ജയിലിൽ പോകും, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. രണ്ടും ഉറപ്പാണ്.